മഹാരാഷ്ട്രയിലെ സോളാപൂരിൽ ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിൽ നിറഞ്ഞത് തന്റെ കുട്ടിക്കാലത്തെ മൺവീട്. തനിക്ക് ലഭിക്കാതെ പോയ നല്ലൊരു വീടിനെക്കുറിച്ച് പറയുമ്പോൾ മോദിയുടെ കണ്ണുകൾ നിറഞ്ഞ് അദ്ദേഹം വികാരാധീനനായി. PM ആവാസ് യോജന അർബൻ പദ്ധതി പ്രകാരം ഉപഭോക്താക്കൾക്ക് വീട് കൈമാറുന്നതിനിടെ ആയിരുന്നു പ്രധാനമന്ത്രിയുടെ വികാരനിർഭരമായ വാക്കുകൾ. തനിക്കും ഇതുപോലൊരു വീട് തന്റെ കുട്ടിക്കാലത്ത് ലഭിച്ചിരുന്നു എങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൈത്തറി തൊഴിലാളികൾ, പവർലൂം തൊഴിലാളികൾ, ഡ്രൈവർമാർ, ബീഡി തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ എന്നിവർക്കായുള്ള വീടുകളായിരുന്നു പ്രധാനമന്ത്രി കൈമാറിയത്. പ്രധാനമന്ത്രിയുടെ കണ്ണ് നനയിച്ച തന്റെ കുട്ടിക്കാലത്തെ മൺവീടിനെ കുറിച്ച് അദ്ദേഹം ഒരിക്കൽ കുറിച്ചത് ഇങ്ങനെയാണ്. വട്നഗറിലെ മൺവീട്ടിലെ ജീവിതത്തിലൂടെ അമ്മ പഠിപ്പിച്ച പാഠങ്ങൾ ഏറെയാണ്. ഒറ്റമുറി വീട് ചോരുമ്പോൾ ആ വെള്ളവും ശേഖരിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു വറ്റുപോലും കളയാൻ അനുവദിക്കാത്ത, അയൽവീടുകളിൽ പാത്രം കഴുകി പണമുണ്ടാക്കി ഭർത്താവിനെ സഹായിക്കുന്ന അമ്മ, ചർക്കയിൽ നൂൽനൂറ്റ് തുണി നെയ്യുമ്പോഴും പരുത്തിമുള്ളുകൾ ഞങ്ങളെ കുത്താതിരിക്കാൻ ജാഗ്രത കാണിക്കുന്ന അമ്മ, അകാലത്തിൽ മരിച്ച സുഹൃത്തിന്റെ മകൻ അബ്ബാസിനെ അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെപ്പോലെ അബ്ബാസിനെയും അമ്മ കണ്ടു. ഈദിന് അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഓട വൃത്തിയാക്കാൻ വരുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് ചായ നൽകിയിരുന്ന അമ്മയിൽ നിന്നാണ് ശുചിത്വത്തിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത്. വ്യത്യസ്തമായ വഴിയാണ് തന്റേത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് സ്വാതന്ത്ര്യം തന്നതും അമ്മയാണ്. അമ്മയെക്കുറിച്ച് മോദി കുറിച്ച കുറിപ്പിൽ ഇങ്ങനെയാണ് അമ്മയെക്കുറിച്ച് പറയുന്നത്. ഇതിൽ അദ്ദേഹം കുട്ടിക്കാലത്ത് കഴിഞ്ഞ ആ മൺവീടിനെ കുറിച്ചും ആ മൺവീടിന്റെ ഓർമ്മകളും ആ മൺവീട് പരിപാലിക്കാൻ അമ്മ ചെയ്ത പ്രവൃത്തികളുമൊക്കെ അദ്ദേഹം വളരെ മനോഹരമായ രീതിയിൽ, ഹൃദയസ്പർശിയായ രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഓർമ്മകൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാകാം വീടില്ലാത്തവർക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായി ആ സ്ഥാനത്തിരുന്ന് വീടുകൾ നൽകുമ്പോൾ ഓർമ്മിച്ചു പോയത്. ഒരുപക്ഷെ തന്റെ കുട്ടിക്കാലത്ത് ഇതുപോലൊരു വീട് നൽകാൻ തനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ തന്റെ അമ്മ അത്രമാത്രം കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ലായിരുന്നു എന്നത് ഓർത്ത് തന്നെ ആയിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരത്തിൽ ഗദ്ഗതകണ്ഠനായത്. PM ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ഗൃഹനിർമ്മാണ പദ്ധതിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. 2014 മോദി നൽകിയ വാക്കായിരുന്നു അത്. ഇന്ന് അത് നടപ്പായി കാണുമ്പോൾ മോദിക്കും ഇതുപോലൊരു വീട്ടിൽ കഴിയാനുള്ള ഭാഗ്യം തന്റെ കുട്ടിക്കാലത്ത് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോവുകയും ചെയ്തു. സോളാപൂരിലെ ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടി എന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ സാധിച്ചു എന്നതിൽ അത്യധികം സന്തോഷവാനാണ് താൻ എന്ന് മോദി പറഞ്ഞു. ഈ പദ്ധതിയുടെ തറക്കല്ലിടാൻ അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ വീടുകളുടെ താക്കോലുകൾ ഉടൻ കൈമാറും എന്ന ഗ്യാരണ്ടിയായിരുന്നു ഞാൻ നൽകിയത്. ഇന്ന് ആ ഗ്യാരണ്ടി മോദി നടപ്പിലാക്കിയിരിക്കുകയാണ്, മോദി പറഞ്ഞു. പട്ടിണി മാറ്റും എന്ന മുദ്രാവാക്യങ്ങൾ ഇവിടെ വർഷങ്ങളോളം ഉയർന്നിരുന്നു. പക്ഷേ മുദ്രാവാക്യങ്ങൾ ആവർത്തിച്ചു എന്നതല്ലാതെ രാജ്യത്തെ പട്ടിണി തുടച്ചു നീക്കാൻ സർക്കാരുകൾക്ക് സാധിച്ചില്ല. പാവപ്പെട്ടവരുടെ പേരിൽ പല പദ്ധതികളും വന്നുപോയി എങ്കിലും അതുകൊണ്ട് ദരിദ്രർക്ക് പ്രയോജനമുണ്ടായില്ല. പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പദ്ധതികളും പണവും ഇടനിലക്കാർ അടിച്ചുമാറ്റുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഉദ്ഘാടന ചടങ്ങിനിടെ 2000 കോടി രൂപയുടെ 7 അമൃത് പദ്ധതികളും മഹാരാഷ്ട്രയ്ക്കായി പ്രധാനമന്ത്രി സമർപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.